യുവർ ഓണർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല ബഹുമാനപ്പെട്ട കോടതി തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതാണ്. കേസിൽ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ സഹപാഠികളായ 4 പേരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തതാണ്. ആ 4 യുവാക്കളെ, അല്ല 4 യുവ കൊലയാളികളെ ഈ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്. യുവർ ഓണർ, പ്രതികൾക്ക് പെൺകുട്ടിയോട് തോന്നിയ പ്രണയവും മറ്റു തരത്തിലുള്ള വഴിവിട്ട ആഗ്രഹങ്ങളും അതിന്മേലുള്ള തർക്കങ്ങളുമാണ് ഇവരെ ഈ ക്രൂര കൃത്യത്തിലേക്ക് എത്തിച്ചത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എബവ് ഓൾ, ഈ കേസിൽ ഒരു സാക്ഷിമൊഴി കൂടിയുണ്ട്, ആൻ ഐ വിറ്റ്നസ്. ഈ 4 പേര് ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നത് കണ്ട ഒരു 17-കാരൻ 7 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 7/6/2017 അവൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ 4 പേരെ കുറിച്ചുള്ള സകല വിവരങ്ങളും മൊഴി കൊടുക്കുകയും ചെയ്തു. ഐ എം ഹിയർ ബൈ സബ്മിറ്റിംഗ് ദ സെയിം. ഈ പ്രതികൾക്ക് സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ക്രൂരമായ കൊലപാതക പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത്. യുവർ ഓണർ, മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ വളരെ മൃഗീയമായി ആ 17-കാരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം തിയേറ്ററിന്റെ പുറത്തു വച്ചവനെ മാരകമായി മർദ്ദിക്കുന്നത് കണ്ടവരുണ്ട്. യു മേ കൈൻഡ്ലി വെരിഫൈ ദ മൊബൈൽ ഫുട്ടേജ്. ഈ സംഭവത്തിന് ശേഷം പിന്നെ ലോകം കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ ചേതനയേറ്റ ശരീരമാണ്. ഒരു കുറ്റം മറച്ചുവെക്കാൻ മറ്റൊന്ന്, അത് മറച്ചുവെക്കാൻ വേറൊന്ന്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം ചെയ്ത ഈ 4 കൊലയാളികളെയും ഗൂഢാലോചന, സംഘം ചേരൽ, റേപ്പ് ആൻഡ് മർഡർ എന്നിവയിൽപ്പെടുത്തി IPC 107, 120B, 302 and 376 വകുപ്പുകൾ ചാർത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. That's all, Your Honor. I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്.